ഗസയിൽ ആക്രമണം തുടരുന്നു. രണ്ടാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാണ്. ചർച്ച നടത്താൻ പോലുമുള്ള സാഹചര്യമില്ല. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത്. ഗസയിൽ ഇസ്രായേൽ ഓരോ ആക്രമണവും നടത്തുമ്പോൾ ഭീതിയോടെ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇസ്രായേലിൽ. ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ. യുദ്ധത്തിനിടെ ഹമാസ് ബന്ദിമോചനം വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ ബന്ദിമോചനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. ബന്ദികളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേൽ ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ യുദ്ധവിമാന പൈലറ്റുമാരാണ്. ഗസയിലെ യുദ്ധം നിർത്തിയിട്ടാണെങ്കിലും ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നാണ് പൈലറ്റുമാർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പൈലറ്റുമാർ നെതന്യാഹുവിന് കത്തയച്ചു. ഇവരിൽ വിരമിച്ചവരും റിസർവ് പൈലറ്റുമാരും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കല്ല നെതന്യാഹു പ്രാധാന്യം നൽകുന്നതെന്ന് കത്തിൽ ആരോപിക്കുന്നു. അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിപരമായ രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾക്കാണ്. ഇതാണ് ആക്രമണം തുടരുന്നതിന് പിന്നിലെന്നാണ് കത്തിൽ ആരോപിക്കുന്നത്. ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഒന്നാം ഘട്ടത്തിൽ 2 മാസത്തെ വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ കാലത്തും ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ടു പോയത് വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളെ വിട്ടയച്ചു. പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ പൗരന്മാരെ ഇസ്രായേലും മോചിപ്പിച്ചു. രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ച പോലും നടത്താൻ സാധിച്ചിട്ടില്ല. ഏകപക്ഷീയമായി ഇസ്രായേൽ ആക്രമണം തുടരുകയും ചെയ്തു. യുദ്ധം വീണ്ടും തുടങ്ങിയതോടെ ബന്ദിമോചനം അനിശ്ചിതത്വത്തിലായി. ഹമാസ് ബന്ദികളെ അപായപ്പെടുത്തുമോ എന്ന ആശങ്കയും അതിനിടെ ഉയർന്നു. ബന്ദിമോചനം വൈകുന്നതിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ തുടരുകയാണ്. അതിനിടെയാണ് യുദ്ധവിമാന പൈലറ്റുമാർ പ്രതിഷേധമുയർത്തി രംഗത്തു വന്നത്. നിലവിൽ സർവീസിലുള്ള ആരെങ്കിലും കത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ അറിയിച്ചു. പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. യുദ്ധവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. അതിനിടയിൽ സൈനികരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന നീക്കം അനുവദിക്കാനാവില്ലെന്നും നെതന്യാഹു പറയുന്നു. 980 യുദ്ധവിമാന പൈലറ്റുമാരാണ് കത്തിൽ ഒപ്പിട്ടത്. ഇവരിൽ ഭൂരിഭാഗവും വിരമിച്ച റിസർവ് പൈലറ്റുമാരാണ്. 10% പേർ ഇപ്പോഴും റിസർവ് ഡ്യൂട്ടിയിലുള്ളവരാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരിയിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് വെടിനിർത്തൽ കരാറിനെ സ്വീകരിച്ചത്. ഗസയിൽ ശാശ്വത സമാധാനം വരുമെന്ന പ്രതീക്ഷയും ഉയർന്നു. എന്നാൽ പിന്നീട് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം തുടരുകയായിരുന്നു. പിന്നാലെ ഹമാസും തിരിച്ചടിക്കാൻ തുടങ്ങി. ഹമാസ് തടവിലാക്കിയ 59 ബന്ദികളെ കൂടി ഇനി മോചിപ്പിക്കാനുണ്ട്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹമാസുമായി രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നത് വൈകരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ആക്രമണം വീണ്ടും തുടങ്ങാൻ കാരണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്നാൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ വെടിനിർത്തലും ബന്ദിമോചനവും അസാധ്യമായി മാറിയിട്ടുണ്ട്. ഇസ്രായേൽ ഗസയിൽ തുടരുന്ന ആക്രമണത്തിൽ 61,700 പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്.